എത്ര തന്നെ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായാലും അവർ ശാരീരികമായിട്ട് ഉപദ്രവിക്കരുത്. അതായത് തല്ലാനും കൊല്ലാനും വെട്ടാനും കുത്താനൊന്നും നിൽക്കരുത്. അങ്ങനെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ, അതുപോലെ നിരന്തരമായി ഒരു വീട്ടിൽ സ്ത്രീകളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ശാരീരികമായ ഉപദ്രവം, അതുപോലെ അമിതമായ ലഹരിയുടെ ഉപയോഗം കൊണ്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, അതൊരു കാരണവശാലും ആണുങ്ങൾ ആ സമൂഹത്തിൽ വെച്ച് പൊറുപ്പിക്കരുത്. കർശനമായിട്ട് നേരിടണം. അതിൻ്റെ കാരണം വേറൊന്നുമല്ലോ, സ്ത്രീകൾക്ക് നേരെ കേരളത്തിൽ വളരെയധികം അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടം. അത് ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ളൊരു ധൈര്യം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത്തരം അക്രമങ്ങൾ ചെയ്യുന്നത് കാരണം കൂടിയാണ് ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു യുവതിയെ വിവാഹം കഴിച്ച് നല്ല രീതിയിൽ അവളെ സ്നേഹിച്ച് ഭാര്യ, കുടുംബം, കുട്ടികൾ ആയിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന സാധാരണക്കാരായ ആൺപിള്ളേരുണ്ട്, ഹൈ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ട്, സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, മിഡിൽ ക്ലാസ് ഫാമിലികളുണ്ട്. അപ്പോൾ അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റാത്ത ഒരു കാരണം, നമ്മൾ നിത്യേന മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിലും ശ്രവ്യമാധ്യമങ്ങളിലും അതുപോലെ പത്രത്തിലൊക്കെ കാണുന്നത് ദിവസവും സ്ത്രീകളെ ഉപദ്രവിക്കുന്നതാണ്. മാത്രമല്ല, ഒരു വിവാഹം കഴിച്ചൊരു ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന സ്ത്രീകൾക്ക് കിട്ടേണ്ട ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. ജോലിക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഒരു കച്ചവടം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, വ്യവസായം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ അവരാഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കൊന്നും പുറത്തേക്ക് പോകാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു നാടാണ് കേരളം. പറയുമ്പോൾ കേരളത്തിൽ എല്ലാവരും എഡ്യൂക്കേറ്റഡാണ്. സത്യം പറഞ്ഞാൽ 100% സാക്ഷരതയുള്ള നാട്ടിലാണ് സ്ത്രീകൾക്ക് നേരെ അത്തരം ആക്രമണങ്ങളും സ്വാതന്ത്ര്യമില്ലായ്മയും സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തേണ്ടത് യുവാക്കളുടെ, അല്ലെങ്കിൽ പുരുഷന്മാരുടെ, അല്ലെങ്കിൽ മധ്യവയസ്കരായ ആണുങ്ങളുടെ, അല്ലെങ്കിൽ അച്ചാച്ചന്മാർ, മുത്തച്ഛന്മാർ, അങ്ങനെ പുരുഷന്മാരുടെ ഒരു സമൂഹം തന്നെ സ്ത്രീകളോടുള്ള സമീപനത്തിലൊരു മാറ്റം വരുത്തണം. ഏതൊരു ആൺകുട്ടിയായാലും, ഏതൊരു യുവാവായാലും, ഏതൊരു മധ്യവയസ്കനായാലും, ഏതൊരു വൃദ്ധനായാലും പെൺകുട്ടികളെ സ്നേഹിക്കാനുള്ളതാണ്. അവരെന്നെ ശാരീരികമായി ആക്രമിച്ച്, മാനസികമായി ആക്രമിച്ച് അവരെന്നെ കീഴ്പ്പെടുത്താൻ ഒരു കാരണവശാലും ശ്രമിക്കരുത്. സ്ത്രീകളെ സ്നേഹിച്ചിട്ട് മാത്രം കീഴ്പ്പെടുത്താൻ ശ്രമിക്കുക. സ്നേഹിച്ചാൽ കീഴ്പ്പെടാത്ത ഒരു സ്ത്രീയായിരിക്കും. ആത്മാർത്ഥമായ സ്നേഹത്തോട് കൂടിയിട്ട് ഒരു സ്ത്രീനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ തീർച്ചയായും ആ സ്ത്രീ ഒരു പുരുഷൻ്റെ മുമ്പിൽ കീഴ്പ്പെടും. അതിൽ സൗന്ദര്യമോ സമ്പത്തോ പദവിയോ ഒന്നും അവർ നോക്കാറില്ല. ഭൂരിഭാഗം സ്ത്രീകൾ അങ്ങനെ. അവർക്ക് സൗന്ദര്യത്തെക്കാളും പ്രധാനപ്പെട്ട കുറേ കാര്യമുണ്ട്. ഒരു പുരുഷൻ്റെ കണ്ട പ്രധാനപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ട ഒരു കാര്യം കരിയർ, പ്രൊട്ടക്ഷൻ, പിന്നെ സ്വാതന്ത്ര്യം, അതുപോലെ കുട്ടിക്കാലം മുതൽ വിവാഹം കഴിയുന്നത് വരെ സ്വന്തം നാട്ടിൽ കാണാൻ പറ്റാത്ത സ്ഥലങ്ങൾ സ്ത്രീകൾക്കുണ്ടാവും. അതൊക്കെ നീ വിവാഹം കഴിച്ചിട്ട് നിൻ്റെ ചെറുക്കനായിട്ട് അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവിനായിട്ട് പോയി കണ്ടോളൂ എന്ന് പറയുന്ന ഒരുപാട് പെൺകുട്ടികളുടെ മാതാപിതാക്കന്മാരും രക്ഷകർത്താക്കളും ബന്ധുക്കളും ഇന്നും കേരളത്തിലുണ്ട്. അപ്പോൾ സ്വന്തം വീട്ടിലെ സ്വാതന്ത്ര്യമില്ലായ്മ, അത് കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലെത്തി അതിലേറെ സ്വാതന്ത്ര്യമില്ലായ്മ, ഒരു ജോലി സ്ഥലത്ത് പോയ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ, അതായത് ലൈംഗിക പീഡനങ്ങൾ,
ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവർ നിത്യേന അനുഭവിച്ചിട്ടും അതുപോലെ തന്നെ സ്വന്തം വീട്ടിലെ അമ്മ അനുഭവിക്കുന്നത് കണ്ടിട്ടും അവർക്ക് വിവാഹത്തോട് വിരക്തി വന്നു, അല്ലെങ്കിൽ വിവാഹത്തോട് ഭയം വന്നു. വിവാഹം നമ്മളെ ചങ്ങലക്കിടുന്നതാണ്, നമ്മുടെ സ്വാതന്ത്ര്യത്തെ ചങ്ങലക്കിടുന്ന ഒരു കാര്യമാണ്. സ്ത്രീകൾക്ക് ഒട്ടുമിക്ക സ്ത്രീകളുടെയും ചിന്ത അതാണ്. അതുകൊണ്ട് അതിലൊരു മാറ്റം വരുത്താൻ പരമാവധി പുരുഷവർഗം, ആൺകുട്ടികൾ തൊട്ട് വൃദ്ധർ വരെ ഉള്ള എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുന്നു.